പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 2:9. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ വിശുദ്ധ ജനവുമാണ്. എ ഹോളി നേഷൻ, ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനപദമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ജനമായത് ക്രിസ്തുവിനെ നമ്മുടെ ദൈവമായി, രക്ഷകനായി, കർത്താവായി, നാഥനായി, ജീവിത സർവസ്വമായി സ്വീകരിച്ചതുകൊണ്ടാണ്. ക്രിസ്തു ശിരസും ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളുമാണ് നാം. ക്രിസ്തുവിൻ്റെ അമ്മ നമ്മുടെ അമ്മയാണ്. കുരിശിൽ പീഡ സഹിച്ച് അന്ത്യശ്വാസം വിടുമ്പോൾ യേശു കുരിശിൽ കിടന്ന് തൻ്റെ അരുമ ശിഷ്യൻ യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അങ്ങനെ എല്ലാ യേശു ശിഷ്യരുടെയും അമ്മയായി യേശു തൻ്റെ അമ്മയെ നമുക്ക് നൽകി. ആ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയേ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വലതുകരം ഉയർത്തി ഇന്നിവിടെ വരാൻ സാധിക്കാത്ത നമ്മുടെ ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരും അയൽക്കാരും നാനാജാതി മതസ്ഥരുമായ എല്ലാവർക്കും വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി, പരിശുദ്ധ അമ്മയുടെയും കോടാനുകോടി മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടിക്കൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്തി ഭാരതത്തിലെ 140 കോടി ജനത്തിനു വേണ്ടി അവര് യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടണം. ദൈവത്തെക്കുറിച്ചുള്ള ഉന്നതമായ, സത്യമായ, ശരിയായ അറിവുകൾ അവർക്ക് ലഭിക്കണം. യേശു പറഞ്ഞു, ലോകത്തിൻ്റെ പ്രകാശം ഞാനാകുന്നു. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ആദിയും അന്തവും ഞാനാകുന്നു. ആ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും യേശുവിനോടും ചേർന്ന് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നന്നായി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൈകൾ നന്നായിട്ട് ഉയർത്തിക്കേ, നന്നായിട്ട് കൈയടിച്ചേ. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകപുത്രനായ, അങ്ങയുടെ ഏകപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും, അത്ഭുതങ്ങളും അടയാളങ്ങളും, രോഗശാന്തികളും, രോഗശാന്തികളും, ആന്തരിക സൗഖ്യവും, ആന്തരിക സൗഖ്യവും ലോകമെമ്പാടും ഈ സമൂഹത്തിലും വർഷിക്കപ്പെടുവാൻ പിതാവായ ദൈവമേ,
ദൈവമേ അങ്ങയുടെ പരിശുദ്ധ കരം അങ്ങയുടെ പരിശുദ്ധ കരം ഈ സമൂഹത്തിന്റെ മേൽ ലോകമെമ്പാടുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ എല്ലാ രോഗികളുടെ മേൽ മനസ്സിടിഞ്ഞവരുടെ മേൽ ഹൃദയം തകർന്നവരുടെ മേൽ ഹല്ലേലൂയ അങ്ങയുടെ പരിശുദ്ധ കരം ഉയർത്തിപ്പിടിക്കണമേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശു അരുളി ചെയ്തു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ അനുഗമിക്കാത്തവൻ സത്യം അറിഞ്ഞിട്ടില്ല, പ്രകാശത്തിലല്ല, ഇരുട്ടിലാണ്. യേശുവിനെ ലോകം അറിയണം. യേശുവിൻ്റെ അനന്ത സ്നേഹം ലോകം അറിയണം. ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം ജനത്തിൻ്റെ മുമ്പിൽ വന്ന് തലകുനിച്ചു നിന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ശിരസിന് നേരെ കൈനീട്ടി എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളും വലകരം നീട്ടി ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിച്ച് ഇതിന് മുമ്പുണ്ടായിരുന്ന പരിശുദ്ധാത്മാഭിഷേകം 100 മടങ്ങായി, 1000 മടങ്ങായി, 10,000 മടങ്ങായി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും സംലഭ്യമാകുവാൻ എല്ലാവരും മാർപ്പാപ്പായുടെ എളിമ, ഫ്രാൻസിസ് അസീസിയുടെ എളിമ, യേശുവിൻ്റെ എളിമ, യേശുവിൻ്റെ ശാന്തത, യേശുവിൻ്റെ ക്ഷമ, യേശുവിൻ്റെ കരുണ, യേശുവിൻ്റെ അനന്ത നന്മ എല്ലാവരും നുകരാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ ധ്യാനമന്ദിരത്തിലെ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി വലതുകരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ശാന്താലാഖ ബാലാഖ ബാലാഖ ഓമേഗ വ്രാലെ മാസ രസ്മ ശാന്താലാഖ ബാലാഖ ബാലാഖാല ഖാല ഖാല ശാന്താലാഖ ബാലാഖ ശാന്താലാഖ ബാലാഖ ശാന്താലാഖ ബാലാഖ ശാന്താലാഖ ബാലാഖ ശാന്താലാഖ ബാലാഖ ഒമേഗ വ്രാലെ മാസ രസ്മ ഹാന്താ ഖാല ഖബ സാത്താനെ ദൂരെ പോവുക. ഹന്താ ഖലഖബ സാത്താനെ ദൂരെ പോവുക. ഹന്താ ഖലഖബ സാത്താനെ ദൂരെ പോവുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സൗഖ്യവും ഇപ്പോൾ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകാതിർത്തികൾ വരെയുള്ള എല്ലാ വിശ്വാസികൾക്കും എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും ദൈവിക സ്പർശനം ലഭിക്കട്ടെ. ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു വചന ശുശ്രൂഷയാണ്, ഒരു പ്രേക്ഷിത ശുശ്രൂഷയാണ്. ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയാണ്. ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രഘോഷണ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സമയത്ത് അനേകം പേരുടെ തൊണ്ടയിലെ അസ്വസ്ഥത കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തൊണ്ട വേദന കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കഫക്കെട്ട് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ 400 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അവരോട് ദൈവം സംസാരിച്ചു, നിങ്ങളെ നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. പാമ്പിനെയോ മറ്റു ജീവികളെയോ മറ്റു മൃഗങ്ങളെയോ ഒന്നും ദൈവമായി ആരാധിക്കരുത്. അത് വിഡ്ഢിത്തരമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. എന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കരുത്. ആ ദൈവം ആരാണ്? മരിച്ചുയർത്ത യേശു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യാവതാരം ചെയ്ത് പാടുപീട് സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ലോകത്തിൽ എല്ലായിടത്തും ഒരേ സമയത്ത് സന്നിഹിതനാകുന്ന യേശു കർത്താവ്.
വിശുദ്ധ കുർബാനയിലെ ഓരോ തരിയിലും പൂർണ്ണതയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു കർത്താവ്, സകലത്തിൻ്റെയും നാഥൻ. ഈ യേശുവിനെ കുറിച്ച് യോഹന്നാന്റെ 1-ാം അധ്യായം 1 മുതൽ 3 വരെ വാചനങ്ങളിൽ നാം വായിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതാണ് യേശുക്രിസ്തു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യേശുക്രിസ്തു. ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം അവൻ വഴിയുണ്ടായി. പിതാവ് എല്ലാ സൃഷ്ടികർമ്മവും നിർവഹിച്ചത് പുത്രനിലൂടെയാണ്, പുത്രനായ യേശുവിലൂടെയാണ്. ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം അവൻ വഴിയുണ്ടായി. അവനെ കൂടാതെ ഒന്നും ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ അനുസരിക്കുന്നത് പോലെ പുത്രനെയും നാം ബഹുമാനിക്കുന്നതിനും അനുസരിക്കുന്നതിനും വേണ്ടി തൻ്റെ സൃഷ്ടികർമ്മം പിതാവ് യേശുവിലൂടെയാണ് നിർവഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ലോകരക്ഷകൻ ആണെന്ന് പറയുന്നത് പോലെ തന്നെ ലോക സൃഷ്ടാവ് എന്നും പറയാൻ പറ്റും. ദൈവവചനം ദൈവത്തിൻ്റെ വചനമാണെന്ന് പറയുന്നത് പോലെ തന്നെ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ് എന്ന് പറയാൻ പറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മരിച്ചുയർത്ത കർത്താവ് അരുളി ചെയ്തു. മത്തായിയുടെ സുവിശേഷം 28:18. എല്ലാവരും ഇരിക്കുക. മത്തായിയുടെ സുവിശേഷം 28:18. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്കു നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനുള്ള അധികാരമാണ്? പശ്ചാത്തപിക്കുന്ന എല്ലാ പാപികളുടെയും പാപം ക്ഷമിച്ച് നിത്യരക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കാനുള്ള അധികാരം, പാപക്ഷമ നൽകുന്ന അധികാരം, രോഗികളെ സുഖപ്പെടുത്തുന്ന അധികാരം, ബന്ധിതരെ മോചിപ്പിക്കുന്ന അധികാരം, പൈശാചിക പീഡകളെ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കി ആട്ടി പുറത്താക്കുന്ന അധികാരം, യേശുവിൻ്റെ തിരുരക്തത്താൽ അന്ധകാര ശക്തികൾ നിർവീര്യമാക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ തിരുരക്തം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിക്കുരിശിൽ ചിന്തപ്പെട്ട രക്തം, അതേ രക്തം ഓരോ ദിവസവും 24 മണിക്കൂറും ഏതാണ്ട് കത്തോലിക്ക സഭയിൽ 5 ലക്ഷം ദിവ്യ ബലികൾ നടക്കുന്നുണ്ട്. 5 ലക്ഷം വൈദികരുണ്ട്. എല്ലാവരും ആ 24 മണിക്കൂറിനുള്ളിൽ ലോകത്തെവിടെയെങ്കിലും ദിവ്യബലി അർപ്പിക്കും. ആ കാൽവരിക്കുരിശിൽ ചിന്തപ്പെട്ട രക്തം ഇന്ന് നമുക്ക് സംലഭ്യമാണ്. അത് തിരുശരീര രക്തങ്ങൾ നാവിൽ വെച്ച് സ്വീകരിക്കുമ്പോൾ മാത്രമല്ല, ആത്മന ലോകമെമ്പാടുമുള്ള ദിവ്യബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോഴും സംബന്ധിക്കുമ്പോഴും യേശുവിൻ്റെ കുരിശുമരണത്തോട് നമ്മൾ താതാത്മ്യപ്പെടുവാൻ പരിശ്രമിക്കുമ്പോഴും ഇതാ ആ തിരുരക്തത്തിൻ്റെ അനന്തശക്തി നമ്മിലേക്ക് ഒഴുകി വരുന്നു. ഇപ്രാവശ്യം റോമില് ജൂൺ 10 മുതൽ 13 വരെ നടന്ന ആഗോള വൈദികരുടെ ധ്യാനത്തിൽ സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് ക്ഷണമുണ്ടായിരുന്നു. ഞാൻ സാക്ഷ്യം പറഞ്ഞത് 1984 ഒക്ടോബർ 4 മുതൽ 9 വരെ 6000 വൈദികരുടെ ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മ അഭിഷേക അനുഭവത്തെക്കുറിച്ചാണ്. ആ ധ്യാനത്തിന് മുമ്പ് ഒരു 12 കൊല്ലമായിട്ട് ഒരു പൈശാചിക പീഡ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുർബാനയിൽ യഥാർത്ഥത്തിൽ കർത്താവ് വരുന്നുണ്ടോ, ചിലപ്പോൾ ഇല്ലെങ്കിലോ സാത്താൻ സംശയം കുത്തിവെക്കാന്ന് പറയും. ഇത് വെറും അപ്പക്കഷ്ണം മാത്രമായിരിക്കുമോ? ഇടയ്ക്കും മുട്ടിനുമാണെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ നമുക്കൊരു പീഡയാണത്. അതെന്തിനു വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ചുള്ള വചനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനും വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നൽകാൻ പോകുന്ന അത്ഭുതകരമായ കാരുണ്യവും അനുഗ്രഹവും തിരിച്ചറിയാനും അവിടെ ജീവനുള്ള ദൈവം സന്നിഹിതനാണെന്ന് തിരിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് അത് ലോകമെമ്പാടും പോയി പ്രഘോഷിക്കാനും വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ
2 രോഗശാന്തി സന്ദേശങ്ങൾ കർത്താവ് എനിക്ക് തരുന്നു. ഒന്ന്, തുടർച്ചയായിട്ട് ജലദോഷപീഠ ഉണ്ടായിരുന്നു, സൗഖ്യം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ആർക്കോ ഈ സമയത്ത് സൗഖ്യം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ ലോകത്തിൻ്റെ അതിർത്തികളിൽ ഇപ്പോഴുള്ള ഈ വചന ശുശ്രൂഷ TV-യിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം, പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നള്ളി വരവ്, സൗഖ്യത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നു. അതിനാൽ നമുക്ക് വലതുകരം എല്ലാവരും ഉയർത്തി ലോകാതിർത്തികൾ വരെ 5 വൻകരകളിൽ ഇപ്പോൾ ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സൗഖ്യം ഉണ്ടാകുവാൻ, രോഗബന്ധനങ്ങൾ വിട്ടുമാറുവാൻ, പരിശുദ്ധാത്മാവ് നിറയുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നിറയുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മസംയമനം, നന്മ, മറ്റുള്ളവർക്ക് നന്മ ഇച്ഛിക്കുക, ക്ഷമ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണകൾ അനുസരിക്കുന്ന വിശ്വസ്തത, ഈ അനുഗ്രഹങ്ങൾ ലോകാതിർത്തികൾ വരെ വർഷിക്കപ്പെടുവാനും അവർ ഈ സമയത്ത് തന്നെ സൗഖ്യവും വിടുതലും പ്രാപിക്കുവാനും തിരിച്ചറിയുവാനും പിന്നീടോ ഇപ്പോൾ തന്നെയോ മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുവാനും ഇടവരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൂസ്വർഗ്ഗങ്ങളുടെ അധിപതിയേ, അനന്ത സ്നേഹമേ, അനന്ത നന്മയേ, യേശു അനന്ത സ്നേഹമേ, യേശു അനന്ത കരുണയേ, യേശു അനന്ത നന്മയേ, യേശു ജീവന്റെ ജീവനേ, യേശു അനന്ത ശക്തിയേ, അനന്ത കോടി നന്മയേ, പരമനന്മ സ്വരൂപിയേ, പരിശുദ്ധാത്മാവിനെ നൽകുന്നവനെ, യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകാതിർത്തികൾ വരെ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നവനെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണ് യേശുവിന്റെ വലിപ്പത്തിന്റെ അനന്തത? യേശു പറഞ്ഞു, വെളിപാട് 1:8, ഞാൻ ആദിയും അന്തവുമാകുന്നു. യോഹന്നാൻ 10:30, പിതാവും ഞാനും ഒന്നാകുന്നു. യോഹന്നാൻ 10:30, പിതാവും ഞാനും ഒന്നാകുന്നു. യോഹന്നാൻ 14:9, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ ആം ദ ഡോർ, സ്വർഗത്തിലേക്കുള്ള വാതിൽ ഞാനാകുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസും യോഹന്നാനും ജെറുസലം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു ജന്മനാ മുടന്തൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. വേറെ അനേകം ഭിക്ഷക്കാരും അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും പത്രോസിന്റെ കണ്ണ് ഈ മുടന്തന്റെ മേൽ പതിച്ചു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ വിചാരിച്ചു കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്ന്. ഉടനെ പത്രോസ് പറഞ്ഞു, പൊന്നും വെള്ളിയുമില്ല നിനക്ക് തരാനായി എൻ്റെ പക്കൽ, എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു. കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കുക. അവൻ്റെ മുടന്തുള്ള കാല് മറ്റേ കാല് പോലെ നീളം വെച്ചു, ആരോഗ്യം വെച്ചു. അവൻ നടന്നും ഓടിയും കുതിച്ചു ചാടിയും ദേവാലയത്തിൽ പ്രവേശിച്ചു. അന്ന് ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാവരും ഈ ജന്മനാ മുടന്തനെ പല പ്രാവശ്യം ഭിക്ഷയാചിക്കുന്നവനായി കണ്ടിട്ടുണ്ട്. ഇവൻ എങ്ങനെ മറ്റുള്ളവരെ പോലെ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു? എല്ലാവരും അവനെ സൂക്ഷിച്ചു നോക്കി. പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അവരുടെ തന്നെ മനസ്സിൽ തോന്നിച്ചു, ഇവൻ സുഖപ്പെട്ടത് അവന്റെ കഴിവുകൊണ്ടല്ല, ഈ നിൽക്കുന്ന പത്രോസും യോഹന്നാനുമാണ് ഇതിന് കാരണക്കാരൻ. അവിടെയുള്ളവർ പത്രോസിൻ്റെയും യോഹന്നാന്റെയും ചുറ്റും ഒരുമിച്ച് കൂടി. അപ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞു, ഇപ്പോൾ പ്രസംഗിക്കാൻ പറ്റിയ സമയമാണ്. പത്രോസ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഈ മുടന്തൻ സുഖപ്പെട്ടത്
ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങൾ കുരിശിൽ തൂക്കിക്കൊല്ലുകയും പിതാവായ ദൈവം അവനെ ഉയർപ്പിക്കുകയും ചെയ്ത ആ യേശുവിൻ്റെ നാമത്തിലാണ് ഈ മുടന്തൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത്. എന്നിട്ട് ലോകത്തിൽ ആരും പറയാൻ ധൈര്യപ്പെടാത്തൊരു വചനം പത്രോസ് പറഞ്ഞു. അപ്പസ്തോല പ്രവർത്തനം 4:12. എല്ലാവരും പറഞ്ഞേ. അപ്പോസ്തല പ്രവർത്തനം 4:12. മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള മറ്റൊരു നാമവുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ അമേരിക്കയിൽ, കാനഡയിൽ ഒക്കെ ധ്യാനിപ്പിക്കാൻ പോയിരുന്നു. അവസരത്തിൽ അമേരിക്കയിൽ ന്യൂ ജേഴ്സിയിലുള്ള ധ്യാന മന്ദിരത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നതായിട്ടുള്ള വാർത്ത പറഞ്ഞു. ഒരു മരിച്ച കൊച്ചിനെയും കൊണ്ടൊരു അപ്പനും അമ്മയും ധ്യാന മന്ദിരത്തിലേക്ക് കയറി. പുറകെ വന്നത് ഒരു ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറുമാണ്. ഇവർക്ക് പരിചയമുള്ളതാണ്. കൊച്ചിനെ ഡോക്ടറുടെ കയ്യിലോട്ട് കൊടുത്തു. 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചു മരിച്ചു പോയെന്ന് പറഞ്ഞു. ഇവർ ഡിവൈൻ മേഴ്സി യേശുവിന് പടത്തെ തൊട്ട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാ കൊച്ചു ജീവൻ വെച്ചിരിക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് അത്ഭുതമാണെങ്കിലും ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊട്ടിഘോഷിക്കാനൊന്നും പോണ്ട, ദൈവം തന്നെ അത് പരസ്യപ്പെടുത്തട്ടെ. അങ്ങനെ ഇരിക്കെ വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, നായിക്കുംപറമ്പിലച്ചൻ മരിച്ചയാളെ ഉയർപ്പിച്ചു വന്നു. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് 2 മാസം മുമ്പ് നടന്ന കാര്യമാണ്, 2 ആഴ്ച മുമ്പ് നടന്ന കാര്യമാണ്. ഇവർ ഞങ്ങളുടെ അടുത്ത് വരികയും ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എൻ്റെ പേരിൽ എന്തിനാണ് ഈ പ്രസിദ്ധീകരണം നടത്തുന്നത് ഞാൻ ആലോചിച്ചു. അതിന് കാരണമുണ്ട്. പലപ്പോഴും ജനങ്ങൾക്ക് പ്രാർത്ഥന ചൊല്ലി കൊടുക്കാറുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന വരം സഭയിൽ വർഷിക്കണമേ. യേശു ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അവയേക്കാൾ കൂടുതലും നിങ്ങൾ ചെയ്യുമെന്നുള്ള വാഗ്ദാനം ഞങ്ങളുടെ നാളിൽ പൂർത്തിയാക്കി തരണമേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. വലതുകരം ഉയർത്തി ഇടതുകരം ചങ്കിൽ വെച്ച് പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, യേശുവിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളിൽ പൂർത്തിയാകട്ടെ, സാർവത്രിക സഭയിൽ പൂർത്തിയാകട്ടെ, ഓരോ ക്രിസ്തീയ വിശ്വാസിയിലും പൂർത്തിയാകട്ടെ. യേശു അരുളി ചെയ്തുവല്ലോ, ഞാൻ ചെയ്തവയും അവയേക്കാൾ വലിയവയും നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന വരം, പാപികളെ മാനസാന്തരപ്പെടുത്തുന്ന വരം, തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്ന വരം, ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്ന വരം, ആന്തരിക സൗഖ്യവരം, ശാരീരിക സൗഖ്യവരം, ദുശീലങ്ങളിൽ നിന്ന് മോചനം കൊടുക്കുന്ന വരം വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 120 കോടി കത്തോലിക്കരും 200 കോടി ക്രിസ്ത്യാനികളും ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾ യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവ സ്നേഹം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭൂമിയുടെ അതിർത്തികൾ വരെ കോടാനുകോടി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ ഉറക്കെ സ്തുതിക്കുമ്പോഴും ശബ്ദം ഉയർത്തുമ്പോഴും ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. സ്വരതടസ്സം,
കഫക്കെട്ട്, തൊണ്ട നൊമ്പരം ഇവ ഉണ്ടായിരുന്നവര് ഈ മണിക്കൂറിൽ സുഖപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി വലതുകരം ഉയർത്തി സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകം മുഴുവനിലും 740 കോടി ജനങ്ങളിലും 740 കോടി ജനങ്ങളിലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറപ്പാട് 15:26 പറഞ്ഞേ. പുറപ്പാട് 15:26. പുറപ്പാട് 15:26. ഞാൻ നിങ്ങൾക്ക് നൽകിയ കൽപ്പനകൾ പ്രമാണങ്ങൾ നിയമങ്ങൾ അനുസരിക്കുന്ന പക്ഷം ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 മാസമായുള്ളൂ വീണതിന് ശേഷം വേദനയായിരുന്നു. ഇപ്പം പൂർണ്ണമായിട്ട് മാറിയോ? പൂർണ്ണമായിട്ട് മാറി. കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പേര് റോസി, ഉദയംപേരൂർ. 2 വർഷമായി മുട്ട് മടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ മുട്ട് മടക്കാൻ പറ്റുന്നുണ്ട്. കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പേര് ലില്ലി, സ്ഥലം കൊല്ലം. കാലിൻ്റെ മുട്ടിന് എനിക്ക് പള്ളിയിൽ ചെന്നാലും ഇരിക്കാൻ വയ്യായിരുന്നു. കസേരയിലായിരുന്നു ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി. ഇപ്പം ഒരുപാട് സുഖമുണ്ട്. 2 മാസം കൊണ്ട് കാല് മടക്കാനും നൂത്താനും വയ്യാതെ കഷ്ടപ്പെട്ട് ഈ മുട്ട് രണ്ടും കൈക്ക് കുഴയും ഒരു തിരുക്കിയെടുത്ത് കറക്കിയിട്ടാണ് ആ വേദനയും എനിക്ക് രണ്ടും കുറഞ്ഞു കിട്ടി. ഇപ്പോഴും വേദന മാറി. എൻ്റെ പേര് മോളി ജോൺ. ഞാൻ വരുന്നത് അടൂരിൽ നിന്നാണ്. 3 വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു മുട്ടിന് അസ്ഥിക്ക് അകൽച്ചയുണ്ടെന്ന്. ഇപ്പോൾ ആരാധനയുടെ സമയത്ത് അത് പൂർണ്ണമായും മുട്ട് നീരായിരുന്നു. 3 മാസമായി. ഇപ്പം വളരെ കുറവുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.